നമ്മുടെ രാജ്യം നരേന്ദ്രമോദി വന്നതോടെ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു തർക്കവും കാണില്ല. രാജ്യത്തിൽ മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങ് കേരളത്തിൽ LDF ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ അതൊന്നും ഏൽക്കുന്നില്ല എന്നത് ഒരു സത്യാവസ്ഥയാണ്. ആസാമിൽ ബീഫ് നിരോധിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മാംസം കൊണ്ടുപോയതിന് ക്രിമിനൽ കേസെടുത്ത ആസാം സർക്കാരിന്റെ നടപടിയെ വിമർശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഈ കേസിന്റെ പുറകിൽ നടക്കുന്നതിന് പകരം സർക്കാരിന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ AS അഭയ, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഗോമാംസ കടത്തിയെന്ന് ആരോപിച്ച് ക്രിമിനൽ കേസിൽ അകപ്പെട്ട വ്യക്തിയുടെ കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. പാക്കറ്റിലാക്കി പ്രതി കൊണ്ടുപോയ മാംസം സാമ്പിൾ പരിശോധനയ്ക്കായി ലാബിൽ അയക്കുകയാണ് എന്നുള്ള സർക്കാർ അഭിഭാഷകന്റെ വാദത്തിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. നേരിട്ട് ബീഫും മറ്റു മാംസവും തമ്മിൽ വേർതിരിച്ചറിയാൻ നിലവിൽ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് പാക്കറ്റിൽ ഒരാൾ ബീഫ് കൊണ്ടുപോകുന്നത് അറിയാൻ കഴിഞ്ഞത് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ്. അതേസമയം തന്റെ കക്ഷി ഒരു വെയർഹൌസ് ഉടമയാണ് എന്നും പാക്ക് ചെയ്ത പച്ച മാംസം മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്നുമാണ് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആസാം കന്നുകാലി നിരീക്ഷണ നിയമപ്രകാരം ബീഫ് ഉൽപ്പന്നം വിൽക്കുന്നത് കുറ്റകരമാണ് എന്നും വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്ത ബീഫാണ് ഇത് എന്നുമാണ് ആസാം സർക്കാർ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാംസം പാക്കറ്റുകളിലാക്കിയത് പ്രതിയല്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പിന്നാലെ കോടതി കേസ് ഏപ്രിൽ 16 മാറ്റിയതായി പ്രതിക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്റ്റേ ചെയ്തതായി കോടതി അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ആസാമിൽ ബീഫ് നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിക്കുകയായിരുന്നു. ദീപാവലി സമയത്ത് ക്ഷേത്രങ്ങളിൽ ഗോപൂജ നടത്തണമെന്ന് കർണാടക സർക്കാരിന്റെ നിർദ്ദേശം അപ്പോഴാണ് വന്നിരിക്കുന്നത്. കർണാടക ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദീപാവലിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി ഇക്കാര്യങ്ങൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. വൈകിട്ട് പൂജ നടത്താനും പശുക്കളെ അലങ്കരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കർണാടകയിലെ മുസ്രായി, അതായത് ദേവസ്വം വകുപ്പ് ഫെബ്രുവരി 13 പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമായി പറയുന്നത്. ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട ബലിപാഠ്യ ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പശുക്കളെ കുളിപ്പിച്ച് പൂക്കളും മഞ്ഞളും കുങ്കുമവും തേച്ച് അലങ്കരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ ശർക്കര, അരി, പഴങ്ങൾ എന്നിവ പശുവിന് സമർപ്പിച്ച് പൂജ നടത്താനും നിർദ്ദേശം വന്നിരിക്കുകയാണ്. ഹിന്ദു മതത്തിൽ പശുവിനെ ഗോമാതാവായി കണക്കാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും ഹിന്ദുക്കൾ മൃഗത്തിന് പ്രത്യേക സ്ഥാനം നൽകി ആരാധിക്കുന്നതിനാലും പശുവിനോടുള്ള മതപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കേണ്ടത് പ്രധാനമാണ് എന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. അതേസമയം കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഇത്തരം ഒരു സർക്കുലർ ഇറക്കിയതിൽ വിമർശനം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. BJP സർക്കാർ 2021 പുറത്തിറക്കിയ സർക്കുലറിന് സമാനമാണ് കോൺഗ്രസിന്റെ സമീപനമെന്നും വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരത്തെയും ഗോപൂജ നടത്തിയിട്ടുണ്ട് എന്നും ഇക്കാര്യങ്ങൾ പരാമർശിച്ച് സർക്കുലർ ഇറക്കിയതിൽ തെറ്റൊന്നുമില്ല എന്നും ദേവസ്വം മന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ രാമലിംഗ റെഡ്ഡി പറഞ്ഞിരിക്കുകയാണ്. പ്രസ്തുത സർക്കുലറിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പച്ചവളകളും അരശിന കുങ്കുമവും, അതായത് മഞ്ഞളും നൽകി വരലക്ഷ്മി ഉത്സവം ആഘോഷിക്കാനും ക്ഷേത്രങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്.